നമസ്കാരം. ആത്മവിശ്വാസം കൂടാൻ എന്താ ഒരു വഴി? പല പല സമയത്തും നമ്മൾ വിദ്യാർത്ഥികൾ എടുക്കുകയാണെങ്കിൽ പരീക്ഷ ആകുമ്പോൾ ഒരു ഭയങ്കര പേടിയാണ്. പല കാര്യങ്ങൾക്കും ചിലപ്പോൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ പേടി, ആത്മവിശ്വാസം ഇല്ലായ്മ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്താണ് അതിനെ മറികടക്കാനൊരു വഴി? പലപ്പോഴും ഈ ആത്മവിശ്വാസക്കുറവിൻ്റെ പ്രധാന കാരണം നമ്മൾ പഴയ കാലത്ത് അനുഭവിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള സംഭവമായിരിക്കും. ചെറിയ സംഭവങ്ങളായിരിക്കും. ചെറുപ്പത്തിലൊക്കെ നമ്മൾ തീയിൽ തൊടാൻ പോയി ഒരു കുട്ടി. ആ സമയത്ത് അമ്മ പെട്ടെന്ന് ഒരു അട്ടഹാസം, അലറൽ കേട്ടിട്ട് ആ കുട്ടി ഞെട്ടി. ഒരുപക്ഷെ തീയിൽ തട്ടുന്നതിനെക്കാട്ടിലും വലിയ ഷോക്ക് ഈ അമ്മയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഫിയർ റെസ്പോൺസാണ്. ഇത് ഒരു ചിത്രമായിട്ട് മനസ്സിൽ കിടക്കുക. ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം തീ കാണുമ്പോഴേക്ക് ഭയങ്കര ഭയമാണ്. അപ്പോൾ ഇതിനെ മറികടക്കാൻ എന്താ ചെയ്യേണ്ടത്? തീയെടുക്കുക, അല്ലെങ്കിൽ തീയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്തൊന്ന് ശീലിക്കുക. ചെറിയ മെഴുകുതിരിയുടെ മുകളിലൂടെ നിങ്ങളുടെ കൈകൾ അനക്കി നോക്കൂ. അതല്ലെങ്കിൽ വായിലേക്ക് തീ ഇട്ടിട്ട് നമ്മൾ ആത്മവിശ്വാസം കൂട്ടാൻ വേണ്ടിയിട്ട് ട്രെയിനേഴ്സ് നൽകുന്ന ഒരു സാധനമുണ്ട്. വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിക്കാം. അതുപോലെ കുറേ ടെക്നിക്സ് നമ്മൾ ട്രെയിനേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ബ്രോക്കൺ ഗ്ലാസിൻ്റെ മുകളിലൂടെ നടക്കുക, അങ്ങോട്ട് നോക്കണ്ട. ഏറ്റവും കൂടുതൽ മണിക്ക് ചവിട്ടിക്കോ. കേറൂല കേറൂല കേറൂല. കൈയടിച്ചു കൊടുക്ക്, കൈയടിച്ചു കൊടുക്ക്. ശരി, ഇനി ഇവിടെ പോയിട്ട് ആ സാധനം കൊട്ടിക്കളി. അടിയിലുണ്ടെന്നുണ്ട് കൊട്ടിക്കളി. ഒന്നും കയറൂല. ഇതും പലപ്പോഴും നമ്മളുടെ കഴിഞ്ഞകാല അനുഭവങ്ങളിൽ ഒരു പക്ഷേ കിടക്കുന്ന ഒരു മെമ്മറി ആയിട്ട് കിടക്കുന്നുണ്ടാവും. ഗ്ലാസ് കുപ്പിച്ചില്ല് കുത്തിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, ഭീകരമായ പ്രശ്നമാണെന്ന് ഒരു ചിത്രം മനസ്സിൽ എന്തെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ, അതുപോലെ അതിനോടനുബന്ധിച്ചുള്ള അനവധി പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിൽ വരാൻ കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആത്മവിശ്വാസം കുറഞ്ഞ് ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും പേടിയാണ്. ഇതുപോലെ നീന്താൻ പേടിയുള്ള ആൾക്കാരുണ്ട്. വെള്ളം കാണുമ്പോൾ തന്നെ ഓടി ഒളിക്കുന്ന ആളുകളുണ്ട്. എപ്പോഴെങ്കിലും ഒരു സന്ദർഭത്തിൽ അവർക്ക് നീന്താൻ കഴിയാതെ ഒരു പക്ഷേ അല്പം മുങ്ങിയൊരു തുള്ളി വെള്ളം കുടിച്ചിട്ടുണ്ടാവും. അതിനെയും മറികടക്കണമെങ്കിൽ എന്താ വഴി? നീന്തുക തന്നെ, പ്രാക്ടീസ് ചെയ്യുക തന്നെ. ശാസ്ത്രീയമായിട്ടുള്ള സ്വിമ്മിംഗ് പൂളുകളൊക്കെ ഇപ്പോൾ ഉണ്ട്. അതിനെ പതിയെ പതിയെ ഗ്രാജ്വലി അതിലേക്ക് ഇറങ്ങിച്ചെന്ന് നീന്തി പരിശീലിച്ച് ആത്മവിശ്വാസം നേടിയെടുക്കുക എന്ന് തന്നെയാണ് അതിനുള്ള വഴി. അതിനുള്ള സാധ്യതകൾ ഇന്ന് നമ്മുടെ ലോകത്ത് അനവധിയുണ്ട്. ബനാന റൈഡ്, പാരച്യൂട്ടിലൂടെ വന്നിട്ട് ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറക്കുന്ന മുക്കുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ്.
ഇങ്ങനെ പലതരത്തിൽ ഇന്ന് നമ്മുടെ കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള പുതിയ സ്പേസുകൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം അത്തരം സന്ദർഭങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് കുട്ടികൾക്ക് എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടി, അനുഭവങ്ങളിൽ മാറ്റി എഴുതാൻ വേണ്ടി, പുതിയ ചിത്രങ്ങളോടെ മനസ്സിൽ കയറ്റാൻ വേണ്ടി അത്തരം അനുഭവങ്ങളിലൂടെ കടത്തിവിടുകയാണെങ്കിൽ ആത്മവിശ്വാസം കൂടും, അവരുടെ പേടിയെ ബ്രേക്ക് ചെയ്യാൻ കഴിയും. താങ്ക് യു.